ഹദ്ദാദ് റാത്തീബ് നമ്മൾ പള്ളികളിൽ സാധാരണ കാണുന്നല്ലേ, ഹദ്ദാദ് ഉണ്ടാവും, റാത്തീബ് ഉണ്ടാവും. നമ്മൾ മദ്രസ പഠിച്ചിട്ടുണ്ട്, ഫിഖ് പഠിച്ചിട്ടില്ലേ, എല്ലാവരും ഫിഖ് പഠിച്ചിട്ടുണ്ട്. ഫിഖിൽ ഒന്നാമത്തെ ഇബാദത്ത് നിസ്കാരം, നിസ്കാരത്തിൻ്റെ ഷർത്തും റുക്കുനും മുബത്തിലാത്തും മുഫ്സിദാത്തും സുന്നത്തും ഫർളും എല്ലാം പഠിച്ചു. രണ്ടാമത്തത് നോമ്പ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പിൻ്റെ ഷർത്തുകൾ, റുക്കുനുകൾ, ഫർള് പഠിച്ചില്ലേ, സുന്നത്തുകൾ. 3 സക്കാത്ത്, സക്കാത്ത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചതാണ് ഹജ്ജ്, ഇബാദത്ത് കഴിഞ്ഞ്. പിന്നെ സുന്നത്തായ നോമ്പുകൾ, സുന്നത്തായ സദക്കകൾ, പിന്നെ ഹജ്ജ് ഉംറ. എവിടെങ്കിലും ഹദ്ദാദിൻ്റെ ഷർത്തുകൾ പഠിച്ചിനാ, റാത്തീബിൻ്റെ റുക്കിനുകൾ പഠിച്ചിനാ, റാത്തീബ് ബാത്തിലാന്ന കാര്യം പഠിച്ചിനാ? എന്തുകൊണ്ട്? അങ്ങനത്തെ ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദീനിൽ എന്തില്ല അങ്ങനത്തെ. കാരണം സിറാത്തുൽ മുസ്തഖീമിൽ സഹാബാക്കൾ അത് നടത്തിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗ്ഗത്തിലാണോ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ ഏതൊരു മാർഗ്ഗത്തിലാണോ ആ മാർഗ്ഗത്തിൽ എന്തില്ല? ഹദ്ദാദ് റാത്തീബ് ഇല്ല. നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കണം, ഏതൊരു സഹാബിയാണ് ഹദ്ദാദ് അയച്ച സഹാബി? ഹദ്ദാദിന് ഏറ്റവും കൂടുതൽ ഒച്ചത്തിൽ ചെല്ലിയ സഹാബി ആരാണ്? ഒരു സഹാബി ഉണ്ടല്ലോ, ഒരു ശബ്ദം ഭയങ്കര ഒച്ചയുള്ള ശബ്ദമാണ്. അപ്പം നിങ്ങൾ റസൂലിനേക്കാൾ ശബ്ദം ഉയർത്തരുത് എന്ന് ഖുർആൻ ആയത്ത് വന്നപ്പോൾ സഹാബി എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, പേടിച്ചിട്ട്. അപ്പോൾ ആ സഹാബിയാണോ ഒച്ചത്തിൽ പറഞ്ഞത്, അല്ല ഉമർ റളിയല്ലാഹു ഒച്ചത്തിൽ പറഞ്ഞത്? നോക്കൂടെ ഇല്ല, അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. കാരണം സഹാബാക്കൾക്ക് എന്തില്ല? അത് പരിചയമില്ല. അതുകൊണ്ട് അതെന്തല്ല സിറാത്തുൽ മുസ്തഖീം അഥവാ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അല്ല.